നമസ്കാരം. കെ.എം. ഷാജിയുടെ വർഗീയ പരാമർശം മതമാണ് പ്രശ്നം, മതമാണ് പ്രശ്നം. ആ വാചകം സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്താണെന്ന് ഒരു ദൃശ്യം നിങ്ങളെ കാട്ടിത്തരാം. അതായത് കേരളത്തിൽ സംഘപരിവാറുകാർ എങ്ങനെയാണ് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ ഈ പരാമർശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ രാഷ്ട്രീയ നേട്ടത്തിന് പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഒരു ദൃശ്യമാണത്. അതായത് ഷാജി എന്ന മതവർഗീയവാദിക്ക് പറയുന്ന വാചകത്തിന്റെ ഗ്രാവിറ്റിയും മതേതര സമൂഹത്തിൽ വരുംകാലത്തിൽ അയാളുടെ മതമാണ് പ്രശ്നം എങ്ങനെയാണ് ഭൂരിപക്ഷങ്ങൾക്കിടയിലേക്ക് RSSകാർ വിനിയോഗിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ ശേഷിയില്ല. എൻ്റെ മതമാണ് കാര്യം. ഒരു മതവിഭാഗത്തെ സ്വന്തം വർഗീയ ചിന്ത കൊണ്ടും സ്വന്തം അധികാരമോഹത്തിലേക്ക് എത്താനുള്ള ആഗ്രഹവും കൊണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഇതുപോലുള്ള വിടുവായന്മാർ കാരണം ഈ രാജ്യത്താകമാനം എങ്ങനെയാണോ കോൺഗ്രസിന്റെ തണൽ പറ്റി ലീഗ് നിന്നതിന് ശേഷം ഇന്നിപ്പോ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ ഇവിടെ സുരക്ഷിതമായ ഇടങ്ങളിലിരുന്ന് വീണ്ടും വീണ്ടും പച്ച വർഗീയത വിളമ്പുമ്പോൾ അത് ഈ നാടിനുണ്ടാക്കുന്ന അപകടം എന്താണെന്ന് ഈ പ്രതികരണം നിങ്ങളെ തെളിയിക്കും. പലരും പല വേദികളിൽ നിന്ന് പറയുന്നു, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ നേതാക്കന്മാർ പറയുന്നു, മതത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്നാണ്. ഞങ്ങൾക്ക് 7 മന്ത്രിമാർക്കുള്ള അവകാശമുണ്ട്, ഉപമുഖ്യമന്ത്രി ഞങ്ങളുടെ പാർട്ടി തന്നെ പെട്ട ആൾ തന്നെ ആകണം. ഇതൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ പൊട്ടന്മാരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ? പൊട്ടന്മാരാണോ? ബുദ്ധിയില്ലെന്നാണോ ഇവരൊക്കെ വിചാരിക്കുന്നത്? ചിന്തിക്കൂ. നമ്മുടെ അനന്തര തലമുറ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ ഫലം അനുഭവിക്കണമെങ്കിൽ, നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചവർ അനുഭവിക്കണം എങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഭാരതത്തിലെ ജനാധിപത്യം നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങളുടെ മക്കളെ സംരക്ഷിച്ചുകൊള്ളും. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആനുകൂല്യങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. ഇവിടുത്തെ സുപ്രീം കോടതി മുതൽ താഴോട്ടുള്ള കോടതികൾ അവർക്ക് വേണ്ടി നിൽക്കും എന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഈ കോടതിയൊക്കെ പോകും. ഇവിടെ വരാൻ പോകുന്നത് ശരീഅത്ത് കോടതിയാണെന്ന് അവർ പറയുന്നു. അത് വേണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. ഇവിടെ വരാൻ പോകുന്നത് മതാധിഷ്ഠിത രാഷ്ട്രമാണെന്ന് അവർ പറയുന്നു. ഞാനല്ല. വേണമോ വേണ്ടയോ, അതിന് അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ. കണ്ടല്ലോ, മാതാ അമൃതാനന്ദമയുടെ എന്തോ ഒരു പരിപാടിയാണ്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചേങ്കോട്ടുകോണ സ്വാമികൾ നേരത്തെ സർക്കാരിനെതിരെ പന്തളത്ത് ഇദ്ദേഹം ബദൽ അയ്യപ്പ സംഗമം നടത്തിയതിന്റെ കൂട്ടത്തിൽ പച്ച വർഗീയത പറഞ്ഞതിന്റെ പേരിൽ കേസെടുത്തതാണ്. പക്ഷേ ആ കേസെടുത്തത് കൊണ്ടൊന്നും വർഗീയ മനസ്സുകൾ അടങ്ങില്ല. ഷാജി പറഞ്ഞ വാചകത്തെ എടുത്തുകൊണ്ടുവന്ന് എങ്ങനെയാണ് അവരുടേതായിട്ടുള്ള യോഗങ്ങളിലൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ആരോ ദൃശ്യമെടുത്തത് കൊണ്ട് ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ നിൽക്കുന്നവർ ലീഗിനകത്ത് നിന്നുകൊണ്ട് ഈ നാടിൻ്റെ മതേതര തണലിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മുസ്ലിം മതവിഭാഗത്തിന് എന്തോ നഷ്ടപ്പെട്ടു എന്നും അത് പലിശ അടക്കം തിരിച്ചു പിടിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് അതുണ്ടാക്കുന്ന ഡാമേജ് എന്താണെന്നാണ് ഈ കാണിക്കുന്നത്. ഇതിൽ ഷാജി എന്ന ആ വർഗീയവാദിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇത് വളർന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് സജി ചെറിയാൻ പറഞ്ഞൊരു വാചകമുണ്ട്. ലീഗും വിജയിച്ചു, അവിടെ ഹിന്ദു നാമധാരികളായിട്ടുള്ള സംഘപരിവാറും വിജയിച്ചു. അതിൽ ഒടുവിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? അങ്ങനെ മതേതര ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം മതത്തിന്റെ കീഴിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അണിനിരന്ന് കഴിയുമ്പോൾ ആരാണ് അരക്ഷിതരായി മാറാൻ പോകുന്നത്? ഭൂരിപക്ഷ സമുദായത്തിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഷാജിക്ക് ഈച്ചും പേച്ചുമുണ്ടോ? വകതിരിവുണ്ടോ? വിവരമുണ്ടോ? ഇതുപോലെ മൈക്ക് കെട്ടിവെച്ച് പച്ച വർഗീയത ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി വിളിച്ചു പറയുമ്പോൾ അത് എങ്ങനെയാണ് മറ്റിടങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഇത് മനുഷ്യർക്കിടയിലേക്ക് തെറ്റിദ്ധാരണയുണ്ടാക്കി ഈ പ്രതികരണം അവരെ കേൾപ്പിച്ചതിന് ശേഷം അത് വെച്ചുള്ള ഈ സ്റ്റേറ്റ്മെന്റുകൾ എത്രമാത്രം അപകടം സൃഷ്ടിക്കും? അതിനെ ഇനിയിപ്പോൾ പറയും പിണറായി വിജയന്റെ പ്രശ്നമാണ്. കാര്യം ഞങ്ങൾക്കിതൊക്കെ ഉണ്ടാക്കാം, ഇതെല്ലാം തടയാനുള്ള ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. അങ്ങനെ പറയുന്ന വ്യക്തികൾ എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? നിങ്ങൾ ഒരു മതപ്പാർട്ടിയാണ് എന്നുള്ള കാര്യം നാട് നീളെ അറിയാം. എന്നാൽ
നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പച്ചയ്ക്ക് മതം പറയാതിരിക്കണം. കാര്യം നിങ്ങൾ ഒരു സമൂഹത്തിലെ ന്യൂനപക്ഷ വിഭാഗക്കാരാണ്. നിങ്ങൾക്ക് പലിശ സഹിതം ഇനിയിപ്പോൾ അധികാരം നേടിയെടുത്ത് അതിൻ്റെ കീഴിൽ നിന്ന് പിടിച്ചു വാങ്ങണമെന്നുള്ള രീതിയിൽ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇങ്ങനെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അത് RSS ഉപയോഗിക്കും. അത് BJPക്ക് ഗുണകരമായി മാറാൻ പോകുന്നു എന്നുള്ളത് ഷാജിയുടെ പ്രശ്നമല്ലാതായി മാറുന്നിടത്താണ് ഷാജിയൊക്കെ ഒരു പച്ച വർഗീയവാദി എന്ന് പറയേണ്ടി വരുന്നത്. മുസ്ലിം മതവിഭാഗത്തിലെ മതേതര മനസ്സുള്ളവർ തിരിച്ചറിയേണ്ടത് ഈ അപകടമാണ്. ഇതൊക്കെ തിരുത്തേണ്ടതും ആ മതവിഭാഗങ്ങൾക്കുള്ളിൽ നിന്നാണ്. ഇങ്ങനെ പച്ചയ്ക്ക് മൈക്ക് കെട്ടിവെച്ച് മതത്തിന്റെ പേരിൽ ഞങ്ങളെല്ലാം ഇത്തവണ ഭരണം പിടിച്ച് നേടിയെടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ മറ്റുള്ള ഇടങ്ങളിൽ എങ്ങനെയാണ് അത് സംഘപരിവാറിന്റെ വിഷമനസ്സുകൾ പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ആ ദൃശ്യമെന്ന് പറയേണ്ടി വരികയാണ്.